തൃശ്ശൂർ വന്നതിന് ശേഷം കുട്ടികൾ കസിൻസൊക്കെ ആയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് 27-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. 27-ാം തീയതി അത് ക്ലോസ് ആവും. പിന്നെ നമുക്ക് അടുത്ത വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് പോയതായിട്ടൊരു ഓർമ്മയില്ല, പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു വൈകിട്ട് ഇറങ്ങി. അന്നിങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് രാവിലെ തൊട്ടേക്ക് ഉണ്ടായെങ്കിലും നമ്മൾ അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ചാറുണ്ടായിരുന്നു, എന്നാലും ഓക്കെ. നമ്മൾ ഉള്ളിലൊക്കെ ക്ലോസ്ഡ് ആണല്ലോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. അങ്ങനെ നമുക്ക് ഭയങ്കര ഷോപ്പിങ്ങിനുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല. കാണാൻ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യുണീക്കായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മെയിനായിട്ട് സ്നാക്സ്, ഈറ്റബിൾ ഐറ്റംസാണ് നമ്മൾ മുഖ്യത്വം കൽപ്പിക്കണത് നമുക്ക്. പിന്നെ ക്ലോത്ത് ഐറ്റംസ് ഒന്നും വാങ്ങാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഓൾറെഡി കുറച്ച് ഷോപ്പിംഗ് കല്യാൺ 99 പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേ സെയിം ഡേ. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഷോപ്പിങ്ങിന് നമ്മൾ ഇതുണ്ടാന്ന് വിചാരിച്ചു. മെയിനായിട്ടുള്ളത് നമുക്ക് കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ കാണുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനെ നമ്മൾ കാണാത്ത പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ പുതിയ പുതിയ പേനകൾ, പെൻസിലുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആദ്യമായിട്ട് കാണാൻ തന്നെ ഈ പൂരം എക്സിബിഷനൊക്കെ വരുമ്പോഴാണ്. പേന, പെൻസിൽ മാത്രമല്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള പല ഐറ്റംസും അതെ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷൻസ് വരുമ്പോഴാണ്. അപ്പോൾ കറക്റ്റ് വിഷു കഴിഞ്ഞിട്ടാണല്ലോ പൂരം എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വിഷു കൈനീട്ടം കിട്ടിയ കാശ് മുഴുവനും നമ്മളിവിടെ വന്നിട്ടാണ് സ്പെൻഡ് ചെയ്യാറ്. കളിപ്പാട്ടോ അല്ലെങ്കിൽ ബുക്ക്, അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കറക്റ്റായിട്ട് ഈ ആമസോണും ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ റീൽസ്, ഷോർട്സ് വഴിയൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവർക്കൊന്നിനും ഒരു അറിയാത്ത കാര്യങ്ങളില്ല. എല്ലാം അവർ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. സോ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കാണ് പിന്നെയും ചില കാര്യങ്ങൾ കാണുമ്പോൾ പുതുമ തോന്നാറ്. എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ഇപ്പം നമ്മൾ ചെന്നൈയിലൊക്കെ ഓരോരോ എക്സിബിഷന് പോകുമ്പോഴുള്ള പോലൊന്നുമല്ല, ഭയങ്കര വലിയൊരു ഏരിയയിലാണല്ലോ ഇത് സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ അൺലിമിറ്റഡ് ഐറ്റംസാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഷോപ്സ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഷോപ്സ് തന്നെ കുറച്ച് കഴിഞ്ഞുണ്ടാവും. ഇത് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ഒരുവിധ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാം നല്ല ലൈവ്ലി ആയിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലത്തെ തിരക്കുണ്ടായിരുന്നില്ല. സാധാരണ പോകുമ്പോൾ അങ്ങനെയാണ്, നമുക്കൊരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും എടുത്ത് നോക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല, അങ്ങനെ തിരക്കാണ് ഉണ്ടാവാറ്. ഇതിപ്പോൾ ഒരു മഴയും തുടങ്ങി, ക്ലോസ് ആവാറായി. അപ്പോൾ ഒരുവിധ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും കടകളൊക്കെ, ഷോപ്പൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ ഒരു തിരക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഷോപ്സിൻ്റെ ഏരിയ കഴിഞ്ഞ് പിന്നെ ഒരു ഓപ്പൺ പ്ലേസാണ്. അവിടെ നമുക്ക് ഇതുപോലെ ഓരോരോ ഷോസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കയറാം. ഇപ്പം നമ്മൾ ഈ കൂടെ വന്ന ആൾക്കാർ അവർ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഷോകൾ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയിട്ട്. അങ്ങനെ ഇവർക്ക് ഇത് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു യന്ത്രൂഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ തിരക്കും ബഹളമായി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഈറ്റബിൾ ഐറ്റംസ് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ മുളക് ബജിയും കോളിഫ്ലവർ ബജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് ഇതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ഗെയിമിലൊക്കെ ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, ഗെയിംസൊക്കെ കളിച്ചു. എന്നിട്ട് ഇതിലൊക്കെ കയറണം, ഒരു 3 എണ്ണം കണ്ടുവെച്ച് ഇതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന ഈ പച്ച യന്ത്ര ഊഞ്ഞാലിൽ കയറി. നമ്മൾ കയറി അവിടെ നിന്ന് ഇറങ്ങി അടുത്തതിന് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും പേരും മഴ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫോണൊക്കെ നനയുമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് ഉള്ളിൽ വെച്ചു. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി നിൽക്കേണ്ടായത്. കയറി നിന്നിട്ട് പിന്നെ മഴ പതുക്കെ തോർന്നതിന് ശേഷം പതുക്കെ നടന്ന് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.